വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധയെ തുടർന്ന് പോത്തുകൽ പഞ്ചായത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ടെന്ന് ഡിഎംഒ ഡോക്ടർ രേണുക അറിയിച്ചു. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഡിഎംഒ. നിലവിൽ ആശുപത്രിയിൽ കഴിയുന്നവരിൽ ആരും ഗുരുതരാവസ്ഥയിൽ ഇല്ല. പലരും ഒറ്റമൂലികൾ ആശ്രയിക്കുന്നുണ്ട്. അത് പാടില്ല. രോഗം ബാധിച്ച പഞ്ചായത്തിലെ സമീപ പഞ്ചായത്തുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഡിഎംഒ പറഞ്ഞു. പോത്തുകല്ലിൽ ഉണ്ടായിട്ടുള്ള ഔട്ട്ബ്രേക്ക് എന്ന് പറയുന്നാൽ അത് നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന കൊച്ചാളുകൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് വന്നത് ആളിൽ നിന്നാണ് ഇവിടേക്ക് വലിയൊരു ഔട്ട്ബ്രേക്കായിട്ട് മാറിയത്. കാരണം ഗൂഡല്ലൂർ പോയി യാത്ര ചെയ്ത ആൾ ഇവിടെ വന്നിട്ട് മഞ്ഞപ്പിത്തമായിട്ട് അതിൽ നിന്ന് 2-3 പേർക്ക് വന്നു. അങ്ങനെ പല ഇതിൽ നിന്ന് സ്കാറ്റേഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ് അവിടെ ഒരു ഔട്ട്ബ്രേക്കായിട്ട് മാറിയത്. ഒരു വാർഡിലാണ് കുറച്ച് കൂടുതൽ കേസുകൾ ഉള്ളത്. പക്ഷേ ഇതിൽ പറയാനുള്ള ഒരു കാര്യം ഇവിടെ മാത്രം എന്നുള്ളതല്ല. ശരിക്കും സംസ്ഥാനത്ത് എവിടെ വന്നാലും നമുക്ക് ഈ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ വെള്ളം, ശുദ്ധജലം ഉണ്ടാവണം. കാരണം നമുക്കറിയാം നമ്മുടെ വെള്ളമൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുകയെന്നും അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയതിന് ശേഷം കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ സോപ്പിട്ട് കഴുകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നന്നായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ആ ഒരു ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഹോട്ടലുകളിലും കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും അസുഖമുള്ള ആളുകൾ ഒരു കാരണവശാലും ഇവിടങ്ങളിലൊന്നും ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ആശുപത്രിയിൽ കഴിയുന്നവരുടെ ഇതിലിപ്പോൾ ആർക്കും വലിയ ഗുരുതരാവസ്ഥയൊന്നുമില്ല, എല്ലാവരും കൺട്രോൾഡാണ്. ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് അസുഖമാണ്. അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ശരിക്കും കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കുകയും അതുപോലെ ആഹാരം കഴിക്കുക, ശുദ്ധജലം കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ് ഇതിന് വേണ്ടത്. പിന്നെ പലരും ഒറ്റമൂലികളുടെ ഇതിലേക്ക് പോകുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതൊന്ന് ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെയൊന്നും ചെയ്ത് ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ് ഈ അസുഖം. പിന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് ബിൽഡപ്പിൻ്റെ അളവൊക്കെ കൂടുകയെന്നുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിനെ കണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. സമീപ പഞ്ചായത്തുകൾക്ക് നമ്മൾ അലർട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാവരും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സർവേലൻസ് ഊർജിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് നിലമ്പൂർ.